ക്ലാരിറ്റി ഇല്ലാത്ത വിഷയങ്ങൾ മനസ്സ് കൺഫ്യൂഷൻസിലേക്ക് കൊണ്ടുപോകും. ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ ക്ലാരിറ്റി ദെൻ ദർ ഇസ് കൺഫ്യൂഷൻ, അല്ലേ? വ്യക്തത ഇല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷനാണ്. അപ്പൊ മനസ്സ് എവിടെയും നമുക്ക് വ്യക്തത ഇല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ലെറ്റ്സ് ഫിറ്റ് യുവർ മൈൻഡ് ഇൻസൈഡ് യുവർ ബ്രെയിൻ. എന്തായാലും ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. ലെറ്റ്സ് ഫിക്സ് യുവർ ബ്രെയിൻ മൈൻഡ് ഇൻസൈഡ് യുവർ ബ്രെയിൻ. ആൻഡ് വേർ ഇസ് സോൾ? ലെറ്റ്സ് പുട്ട് ദ സോൾ ഇൻസൈഡ് യുവർ ഹാർട്ട്. മനസ്സിവിടെയും ആത്മാവ് ഇവിടെയും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ തരുന്നതും ഈ ഹൃദയവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും വേദഗ്രന്ഥങ്ങളെല്ലാം ഹൃദയത്തെ ശുദ്ധീകരിക്കാനാണ് പറയുന്നത്, അല്ലേ? സലീം, യു വിൽ നോട്ട് സീ ഗോഡ് അൺടിൽ യുവർ ഹാർട്ട് ഈസ് ക്ലീൻ. എങ്ങനെ ഹാർട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുക? കൊണ്ടുപോയി പുറത്തിറക്കി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി തിരിച്ചുകൊണ്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. യു ക്യാൻ ഓൺലി ക്ലീൻ യുവർ ഹാർട്ട് ബൈ ക്ലീനിങ് യുവർ ഫീലിങ്സ്. യു ക്യാൻ ഓൺലി ക്ലീൻ യുവർ ഹാർട്ട് ബൈ ക്ലീനിങ് യുവർ ഫീലിങ്സ്. നമ്മുടെ ഇമോഷൻസ് ക്ലീൻ ചെയ്താൽ മാത്രമേ ഹൃദയം ക്ലീൻ ആവുള്ളൂ. നമ്മുടെ ചിന്തകൾ ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സ് ക്ലീൻ ആവുള്ളൂ. Now I'm going to make it very easy for you guys. മനസ്സിന്റെ ലാംഗ്വേജ് ഇസ് തോട്ട്സ്, സോളിന്റെ ലാംഗ്വേജ് ഇസ് ഫീലിങ്സ്, അല്ലെ? ഹാർട്ടിന്റെ ലാംഗ്വേജ് ഇസ് ഫീലിങ്സ്, മനസ്സിന്റെ ലാംഗ്വേജ് ഇസ് തോട്ട്സ്. മനസ്സിന്റെ ഭാഷ ചിന്തകളാണ്, അല്ലെ? നിങ്ങൾ വെറുതെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി, ചിന്തകൾ എങ്ങനെ വരും? മനസ്സിന്റെ ഭാഷയാണ് ചിന്തകൾ. ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ആണ്. ഹൃദയത്തിന്റെ ഭാഷ ഫീലിങ്സ് ആണ്. അതുകൊണ്ടാണ് ഹൃദയാഘാതം വന്ന ഒരാളോട് ഡോക്ടർ പറയും, നിങ്ങൾ കൂടുതൽ പ്രയാസപ്പെടരുത്. ഹൃദയത്തിന് ഒരു ആഘാതം വന്നാൽ പിന്നെ പറയില്ലേ, പ്രയാസപ്പെടരുത്. കാര്യം സങ്കടം ഒരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് ഹൃദയത്തിന് താങ്ങില്ല. നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവരുതെന്ന് പറയും, ഹാപ്പിനെസ് കൂടുതലാകരുതെന്ന് പറയും. കാര്യം എന്താ? ഹൃദയവും ഫീലിങ്സും കണക്റ്റഡ് ആണ്. ഹൃദയവും ഫീലിങ്സും മനസ്സും ചിന്തയും കണക്റ്റഡ് ആണ്. മനസ്സും ചിന്തയും ഇതറിഞ്ഞാൽ നമ്മളൊരു 80% സൈക്കോളജി പഠിച്ചു. പക്ഷെ ഇത്രയും മാത്രം അറിയാം, മനസ്സിന്റെ ഭാഷ ചിന്തയും ഹൃദയത്തിന്റെ ഭാഷ വികാരങ്ങളുമാണ്. ഈ രണ്ടും നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തകരും. നിങ്ങൾ നിരന്തരമായി ചിന്തിക്കുന്നത് നിങ്ങളായി മാറും. നിങ്ങൾ നെഗറ്റീവാണ് നിരന്തരമായി ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതവും സാഹചര്യങ്ങളും ഒക്കെ നെഗറ്റീവായി മാറിക്കൊണ്ടേയിരിക്കും. 60,000 നെഗറ്റീവ് ചിന്തയാണ് ചിന്തിക്കുന്നത്, പിന്നെ എന്ത് പോസിറ്റീവ് ലൈഫ് ഉണ്ടാവും? മനസ്സിൽ കുറെ നെഗറ്റീവ് ചിന്തയാണ്. അപ്പൊ പിന്നെ എന്ത് പോസിറ്റീവ് കാര്യങ്ങളിലോട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവും? ഏത് വിഷയം എടുത്താലും അതിന്റെ ഒരു നെഗറ്റീവ് ആയിരിക്കും ആദ്യം നമ്മൾ കാണാം. ഏതൊരു ഒരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്താലും അതിന്റെ റിസ്ക് എലമെന്റിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണ്. അത് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. ദ ബിഗസ്റ്റ് റിസ്ക് ഇൻ ലൈഫ് ഈസ് ദ റിസ്ക് ദാറ്റ് യു ടേക്ക് ഫോർ നോട്ട് ടേക്കിംഗ് ദ റിസ്ക്. I'm telling you, the biggest risk in life is the risk that you take for not taking the risk. റിസ്ക് എടുക്കാതിരിക്കുന്ന റിസ്ക് ആണ് ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക്. ക്ലാപ്പ് അടിച്ചേ പറ്റുള്ളൂ, അടിച്ചില്ലെങ്കിൽ ഞാൻ ചോദിച്ചടിപ്പിക്കും. കാര്യം ഒരു റിസ്ക് എടുക്കാതെ ഒരു മനുഷ്യന് എങ്ങനെയാണ് റിസ്ക് കിട്ടുക? റിസ്ക് വേണമെങ്കിൽ റിസ്ക് വേണം, റിസ്ക് വേണ്ടേ? അനുഗ്രഹങ്ങൾ വരണമെങ്കിൽ റിസ്ക് എടുക്കണം. നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റിസ്ക് എടുക്കാതെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് കടന്നു പോയിരുന്നെങ്കിൽ കടന്നു പോകില്ല. എവറിത്തിങ് ഹാസ് എ റിസ്ക് ബൈ ദ വേ. ജീവിതത്തിൽ എല്ലാം റിസ്ക് ആണ്, അല്ലേ? എഴുന്നേക്കുന്ന ഒരു റിസ്ക് ആണ്. കാര്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം ചെയ്യണ്ടേ? ഒരു കാര്യത്തിൽ നിന്ന് മറ്റേ കാര്യത്തിലോട്ട് പോകുന്നത് റിസ്ക് ആണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്ത വാഷ്റൂമിൽ പോകണ്ടേ? അത് റിസ്ക് ആണ്. വാഷ്റൂമിൽ കാല് തല്ലി അങ്ങനെ വീണാലോ? ഇല്ല, അങ്ങനെയും ചിന്തിച്ചൂടെ? വാഷ്റൂമിൽ കാല് തഞ്ഞി വീണ് എത്രയോ പേര് മരിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നമ്മൾ എടുക്കുക റിസ്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപകടത്തിൽ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വണ്ടി ഓടിച്ചു പോകുമ്പോൾ അല്ല, റോഡിന്റെ സൈഡിൽ കൂടെ പോകുമ്പോഴാണ്. വണ്ടി തട്ടിയിട്ട് എന്ന് വെച്ച് ആരെങ്കിലും നടക്കാതിരിക്കുമോ? വി ഓൾ ടേക്ക് റിസ്ക്, റൈറ്റ്? നമ്മളെല്ലാവരും ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവരാണ്. പക്ഷെ when the time comes to take a risk കോൺഷ്യസ് ആയിട്ട് എടുക്കാനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നെർവസ്നെസ് ആവും. അൺകോൺഷ്യസ്ലി നമ്മൾ എടുക്കും. കോൺഷ്യസ്ലി റിസ്ക് എടുക്കാൻ പറ്റണം. കാരണം എടുക്കാൻ പറ്റാതെ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന നെഗറ്റീവ് തിങ്കിങ് ആണ്. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. യു ബിക്കം വാട്ട് യു തിങ്ക്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നിങ്ങൾ ഇങ്ങനെ കോൺസിക്വൻസ്, നെഗറ്റീവ്സ്, വറീസ്, കൺസേൺസ് ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. സത്യസന്ധമായിട്ട് വരും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ വന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, തുറന്നു വരും. അത് ശ്രദ്ധിച്ചറിയാം. നമുക്കൊരു പ്രശ്നം പറ്റിയേ, ഒരു പ്രയാസം പറ്റി, അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റി, പിന്നീട് അങ്ങോട്ട് അടുത്ത 1-2 ദിവസം പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. കാര്യം നമ്മുടെ ചിന്ത മുഴുവൻ പ്രശ്നത്തിലായിരിക്കും. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വണ്ടി വിളിച്ച് നമ്മുടെ ജീവിതത്തിൽ വരും.
എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഒരു പ്രശ്നം പറ്റിയാൽ പിന്നെ ആ പ്രശ്നത്തെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഓവർ തിങ്കിങ് എന്ന് പറയും. എത്ര പേർക്കുണ്ട് ആ ഒരു ആവശ്യം? That's okay, that's fine. We all human beings. Learn how to control your thoughts. If you don't control your thoughts will control your life. If you don't control your thoughts will come and control your life. നമ്മുടെ ജീവിതത്തെ തോട്ട്സ് കൺട്രോൾ ചെയ്യും. ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും.